തല പോലും പൂർണ്ണമായി മാറ്റിവെക്കാൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കയ്യിലുണ്ടായ ഒരു ചെറിയ മുറിവ് മൂലം മനുഷ്യര് മരണപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ഡോക്ടർക്ക് പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതെ 20-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട്. 1928 ഒരു പകൽ സമയം തന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോ അവിടെ അദ്ദേഹം വെക്കേഷന് പോകുന്നതിന് മുൻപ് ഉപേക്ഷിച്ചു പോയ ചില വാച്ച് ഗ്ലാസുകൾ അദ്ദേഹം അവിടെ കണ്ടു. സാധാരണ ഒരു സയന്റിസ്റ്റ് ചെയ്യാന്ന് വെച്ചാല് അദ്ദേഹം ആ വാച്ച് ഗ്ലാസ് ഒക്കെ എടുത്ത് കഴുകി വെച്ച് തന്റെ പുതിയ പരീക്ഷണങ്ങളിലേക്ക് മുഴുകുകയാണ് ചെയ്യുക. പക്ഷെ ഇദ്ദേഹം അതിലേക്ക് കൃത്യമായി ഒന്ന് ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. ഈ ഒരൊറ്റ നിരീക്ഷണം ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതി. അതെ, അലക്സാണ്ടർ ഫ്ലെമിങ്ങും വൈദ്യശാസ്ത്രത്തിലെ നാഴികക്കല്ലായി മാറിയ പെനിസിലിന്റെയും കഥ. 1928 അലക്സാണ്ടർ ഫ്ലെമിങ് തന്റെ ലബോറട്ടറിയിൽ നിന്ന് ഒരു വെക്കേഷന് പോവാണ്. അങ്ങനെ വെക്കേഷന് പോകുമ്പോൾ അദ്ദേഹം തന്റെ പെട്രി ഡിഷില് സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയെ അവിടെ തന്നെ വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അഥവാ അദ്ദേഹത്തിനോട് അത് കഴുകി വെക്കാൻ മറന്നുപോയിരിക്കാം. അങ്ങനെ അദ്ദേഹം ആ വർഷം സെപ്റ്റംബറിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ പെട്രി ഡിഷില് ഒരു ബ്ലൂ ഗ്രീൻ കളറുള്ള ഒരു മോൾഡ് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് കഴുകി വെക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ ഒരു മോൾഡിനെ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യാൻ ഒരു കാരണം അവിടെയുണ്ട്. കാരണം തന്റെ സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയെ ഈ മോൾഡുള്ള ഭാഗത്തൊന്നും തന്നെ കാണാൻ ഫ്ലെമിങ്ങിന് സാധിച്ചില്ല. എന്നാൽ ഇതിൽ നിന്നും അകലങ്ങളിലുള്ള ഭാഗത്ത് ഈ സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയ ബാക്കിയുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ മോൾഡിനെ ടെസ്റ്റ് ചെയ്തു. ഈ മോൾഡിനെ ടെസ്റ്റ് ചെയ്തപ്പോ അത് പെനിസിലിയം എന്ന് പറയുന്ന ഒരു ഫംഗസ് വിഭാഗമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൽ നിന്നുമാണ് പെനിസിലിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേപ്പർ പബ്ലിഷ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഈ പേപ്പറിന് അത്രത്തോളം ശ്രദ്ധ ലഭിച്ചില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ പെനിസിലിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് വേണ്ടത്ര സാധിച്ചില്ല എന്ന് പറയാം. പിന്നീട് ഹവാർഡ് ഫ്ലോറിയും ഏർണസ്റ്റ് ബോറിസ് ചെയിനും ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തിയെടുത്തു. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുത്ത പെനിസിലിൻ ഉപയോഗിച്ചിട്ട് വേൾഡ് വാർ സെക്കൻഡില് ഒരുപാട് സോൾജിയേഴ്സിന്റെ, സൈനികരുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1945 അലക്സാണ്ടർ ഫ്ലെമിങ്ങിനും ഹവാർഡ് ഫ്ലോറിക്കും അതേപോലെ തന്നെ ഏർണസ്റ്റ് ബോറിസ് ചെയിനും നൊബേൽ പ്രൈസ് ലഭിച്ചു. സയൻസ് ഇങ്ങനെയാണ്. എല്ലായ്പ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല ലോകത്തെ മാറ്റിമറിക്കുന്നത്. ചിലപ്പോ ചില അശ്രദ്ധകള്, ചിലപ്പോ ചില സാഹചര്യത്തിൽ നമുക്ക് അറിയാതെ കൈവന്നു ചേരുന്ന ചില കാര്യങ്ങൾ പോലും സയൻസില് വളരെ ഇമ്പോർട്ടന്റ് ആയ കണ്ടുപിടുത്തങ്ങളായി മാറിയേക്കാം. അത്തരത്തിലൊന്നാണ് അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ ലോകത്തെ മാറ്റിമറിച്ച പെനിസിലിൻ എന്ന് പറയുന്ന കണ്ടുപിടുത്തം.